ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിക് സമൂസ, അതായത് ടർക്കിഷ് ബോറക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അറബിക് സമൂസ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതിന് 3 ഫില്ലിങ്ങും വേണം. പിന്നെ മൈദ വെച്ചിട്ട് ഒരു ഡോയും തയ്യാറാക്കേണ്ടതുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വീഡിയോ കണ്ടു നോക്കാം. ആദ്യം സമൂസക്കുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഷുഗർ, ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. ബട്ടർ ആ പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴയ്ക്കുക. അതിനുശേഷം 1 കപ്പ് ചെറു ചൂട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു ചൂടുള്ള പാലെടുത്തിട്ട് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല, കുറേശ്ശെ ഒഴിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് കുഴച്ചെടുക്കുക. 2 കപ്പ് മൈദയിലേക്ക് 1 ഗ്ലാസ് പാല് എനിക്ക് കറക്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. 1 ഗ്ലാസ് പാല് കറക്റ്റായിരിക്കും. ഇനി മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിലുള്ള കട്ടകളൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ച് ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. ക്ലിം ഫിലിം കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനി അതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് വൈറ്റ് സോസ് തയ്യാറാക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തതും, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പാല്. ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കുക. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഗാർലിക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സിമ്മിലാക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ടാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി ഒന്ന് ഷോർട്ടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് ആ മൈദ ഒന്ന് മൂത്ത് വരുന്നത് വരെ, ഒന്ന് വെന്ത് വരണം. ആ ഒരു സമയം വരെ അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച ഉപ്പും കുരുമുളകും ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മൈദ നന്നായിട്ടായി വന്നതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് പാല് ചേർക്കുന്നത്. പാലും തന്നെ കുറേശ്ശായിട്ടാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. മൈദ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി, അതിന് ശേഷമാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 1.5 കപ്പ് പാല് വരെ ഞാനിതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു. അതിനുശേഷം ഞാൻ ഫ്ലെയിം കത്തിച്ചിട്ട് അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് ഏകദേശം തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തു. നമുക്ക് നല്ല തിക്ക് വൈറ്റ് സോസാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് അതിലേക്ക് പാൽ എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെയാണ് ആഡ് ചെയ്യേണ്ടത്, അതിൽ കൂടുതൽ വേണ്ട. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫാക്കി. ഇപ്പോൾ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള അടുത്ത ഫില്ലിങ് തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ വേണമെങ്കിൽ അതും എടുക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. പിന്നെ 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം, ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഇഞ്ചിയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ വീതം. പിന്നെ ഗരം മസാല അല്ലെങ്കിൽ അറബിക് മസാല അത് 1 ടീസ്പൂണാണ്. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ് 1/2 ടീസ്പൂണ്, ഫൈനായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയില, 2 മീഡിയം സൈസ് സവാള അത് ഫൈനായിട്ട് അരിഞ്ഞെടുക്കുക. ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗം എടുത്തിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. നന്നായിട്ട് വെന്ത് അതിൽ വെള്ളമൊക്കെ വറ്റി ചൂടാറിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തു. കൈകൊണ്ട് പിച്ചിട്ടാലും മതി, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കുക.
ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് എടുത്ത് വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന വലിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസ് 2 വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇനി ഉപ്പ്, കുരുമുളക് പൊടി ഇവ രണ്ടും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ ഉള്ളിയിലേക്കുള്ള ഉപ്പ് മതിയാവും. ചിക്കൻ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അപ്പോൾ ഉപ്പ് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വാട്ടിയെടുക്കുക. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം കൂടി നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ചിക്കൻ അത് ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് ചിക്കനാണ് കേട്ടോ ക്രഷ് ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ അറബിക് മസാല ഇവയിൽ ഏതെങ്കിലും 1 ടീസ്പൂണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയില 1/2 കപ്പ് അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിലേക്ക് 3 ഫില്ലിങ്ങാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തിരുന്നു. ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിരുന്നു. ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് വെച്ചെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ബട്ടർ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഫ്രഷ് ക്രീം, കുരുമുളക് പൊടി, ബട്ടർ ഇവ 3 ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. 3 ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിങ്ങും, സ്മാഷ്ഡ് പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഫില്ലിങ്ങും, പിന്നെ വൈറ്റ് സോസ് വെച്ചിട്ടുള്ള ഫില്ലിങ്. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം അതിനെ നമുക്ക് 8 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ മാവിന് ഒരുപോലെയുള്ള 8 പീസാക്കി മാറ്റാം. അതിന് ശേഷം അതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ 8 ഈക്വൽ പാർട്സാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോ ഭാഗം എടുത്തിട്ട് ഒന്ന് കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിയെടുക്കുക. മുഴുവൻ ഉരുളകളും ഇതുപോലെ നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്കതിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ പരത്താൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലവറാണ്. അപ്പോൾ കോൺഫ്ലവറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു വലിപ്പം വരെ പരത്തിയിട്ട് എല്ലാ 8 ബോളും ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ടത് ഒന്നിന് മീതെയായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പിന്നെയും പരത്തിയെടുക്കണം. അപ്പോൾ ഒന്നിന് മീതെ ഒന്ന് വെച്ച് കൊടുക്കുന്ന സമയത്തൊക്കെ ഈ കോൺഫ്ലവർ അതിനിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ 8 പത്തിരി അടുക്കി വെക്കുക. എന്നിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. ഒരുമിച്ചങ്ങ് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ പരത്തിയെടുക്കാനും പറ്റും. നന്നായിട്ട് തന്നെ കനം കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. ഓരോ ലെയർ വെച്ച് കൊടുക്കുമ്പോഴും അതിനിടയ്ക്ക് കുറച്ച് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനത് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കുമ്പോൾ അടിഭാഗം മേൽഭാഗത്തേക്കാക്കിയിട്ടും അങ്ങനെ പരത്തിയെടുക്കുക. ഒരേ രീതിക്ക് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക.
ഞാൻ എടുത്തിരുന്ന ഈ കല്ല് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന അത്രയും വലുപ്പത്തിലാണ് ഞാൻ ഈ മാവ് മുഴുവൻ പരത്തിയെടുത്തത്. അപ്പോൾ അത്യാവശ്യം വട്ടം വേണം കേട്ടോ, ചപ്പാത്തിയുടെ വട്ടം എന്നല്ല, ഇതിലും കൂടുതൽ വട്ടത്തിൽ നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൽ വന്ന് ഓരോന്നായിട്ട് ഞാൻ അടർത്തിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്ലവർ തൂവി കൊടുത്തുകൊണ്ട് തന്നെ നമുക്കത് വേഗത്തിൽ അടർത്തിയെടുക്കാൻ പറ്റും. കല്ലിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുത്താലും മതി. അറബിക് സമൂസ നമ്മൾ ബേക്ക് ചെയ്താണ് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവണ് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി സമൂസ ഷേപ്പ് ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ചിരുന്ന ഷീറ്റിൽ നിന്നും ഒരു ഷീറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് എടുത്ത് വെച്ചിരുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം സ്മാഷ്ഡ് പൊട്ടാറ്റോ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് അതിന് മുകളിലാണ് വൈറ്റ് സോസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 3 ഫില്ലിങ്ങാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ആദ്യം സ്മാഷ്ഡ് പൊട്ടാറ്റോ, അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക, പിന്നെ വൈറ്റ് സോസ് വെച്ച് കൊടുക്കുക. വൈറ്റ് സോസ് നല്ല തിക്കിൽ തന്നെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, അതിൻ്റെ ഒരു നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കുക. ഇനി അത് ചൂടാകുമ്പോൾ ഒന്ന് ലൂസായി വരും. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ മോമോസൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് പോലെ ഒന്ന് ഞൊറിഞ്ഞ് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ടർക്കിഷ് സമൂസയ്ക്ക് ഈ ഒരു ഷേപ്പാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞൊറിഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് ആ ബാക്കിയുള്ള അത് സൈഡിലേക്കാക്കിയിട്ട് അറേഞ്ച് ചെയ്യുക. ഇതുപോലെ മുഴുവൻ പരത്തി വെച്ച ഷീറ്റുകളും ചെയ്തെടുക്കണം, ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരുന്ന സമൂസ ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എഗ് വൈറ്റ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ എഗ് വൈറ്റിൽ കുറച്ച് ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ സമൂസ പകുതി വേവായ സമയത്ത് അത് ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ട് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മുട്ടയുടെ മിക്സിൽ ബട്ടർ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ബ്രഷ് ചെയ്ത് ഈ ട്രേ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് 170 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബേക്ക് ചെയ്ത് സമൂസ കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെ ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈറ്റ് സോസൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് തീർച്ചയായിട്ടും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് ഡിഷ് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.